കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും. 3 ദിവസം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അന്വേഷണ സംഘം ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചതായാണ് വിവരം. ടോബി ജോൺസൺ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ നിന്ന്. ടോബി, അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം അവസാനഘട്ട അന്വേഷണങ്ങളിലാണ്. അതിൻ്റെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ബിഷപ്പ് നൽകിയ മൊഴിയുടെ പരിശോധനകൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ തെളിവുകളുടെയും മറ്റ് മൊഴികളുടെയും വിശദമായിട്ടുള്ള പരിശോധന തന്നെയാണ് അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഒരു പക്ഷേ അല്പം വൈകിപ്പോയെങ്കിലും ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബിഷപ്പിനും അതുപോലെ ബിഷപ്പിൻ്റെ അടുത്ത വൃത്തങ്ങൾക്ക് അഭിഭാഷകർക്കടക്കം ഈ ഒരു നിർദ്ദേശം അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏകദേശം ഇന്നലെ 7 മണിക്കൂറോളം ചോദ്യം ചെയ്തു, മിനിഞ്ഞാന്ന് 7 മണിക്കൂറോളം ചോദ്യം ചെയ്തു. 15 മണിക്കൂറിനടുത്ത് ഇതുപോലെയുള്ള 2 ദിവസം ചോദ്യം ചെയ്യൽ നടന്നു. ഒപ്പം തന്നെ ജലന്ധറിൽ 7 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഇങ്ങനെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 80 ദിവസത്തിലധികമായി നടക്കുന്ന അന്വേഷണം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. വിവിധ തെളിവുകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും തെളിവ് ശേഖരണം നടത്തി. 95ഓളം ആളുകളുടെ മൊഴി എടുത്തു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു 4 വർഷം പഴക്കമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ തെളിവുകളുടെ ഒരു അഭാവം ഈ കേസിൽ ഒട്ടനവധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിഹരിച്ചുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയത്. എന്തായാലും ആ ഒരു അന്വേഷണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബിഷപ്പിന് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കി. ആ മൊഴികളിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം കള്ളമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരിശോധന തന്നെയാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ലെങ്കിൽ പറയുന്നത് തെറ്റാണോ എന്നുള്ള ഒരു വിശദമായിട്ടുള്ള പരിശോധന അന്വേഷണ സംഘം നടത്തുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അവസാനം അറസ്റ്റിലേക്ക് എത്തുമെന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഒരു നിയമോപദേശത്തിനപ്പുറം ഒരു അഭിപ്രായം, അതായത് മുതിർന്ന സർക്കാർ അഭിഭാഷകന്റെ ഒരു അഭിപ്രായം അന്വേഷണ സംഘം തേടിയിരിക്കുന്നു. ഇന്നലെ IG നേരിട്ട് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോയി നേരിട്ട് കണ്ട്, ഗവൺമെൻറ് ലീഡറെ നേരിട്ട് കണ്ട് ചില അഭിപ്രായങ്ങൾ തേടി അറസ്റ്റിനുള്ള സാധ്യതകൾ ആരാഞ്ഞു. ഇന്നും IG ഇദ്ദേഹത്തെ വീണ്ടും കാണുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. എന്തായാലും അറസ്റ്റിനുള്ള കളമൊരുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ബിഷപ്പിൻ്റെ അടുത്ത വൃത്തങ്ങളോട് അന്വേഷണ സംഘം ഈ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 80 ദിവസത്തോളം നീണ്ടുനിന്ന ഒരു വലിയ ഒരു അന്വേഷണത്തിന് ശേഷമാണ് അന്വേഷണ സംഘം ഒരു അവസാന ഘട്ടത്തിലേക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് നേരിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും ചില തെളിവുകളും സാക്ഷിമൊഴികളും ഈ ബിഷപ്പിനെതിരായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് അനിവാര്യമായി അന്വേഷണ സംഘം കരുതുന്നത്. ടോബി, അതായത് ഈ കഴിഞ്ഞ 2 മാസത്തിലെ നടപടിക്രമങ്ങളുടെ തുടർ പ്രോസസ്സ് കൂടിയാണ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കരുതാം. കാരണം വൈക്കം DSP സുഭാഷ് അദ്ദേഹം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, അധികാരം ഉപയോഗിച്ച് സമ്മതമില്ലാതെ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട്, അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടതാണ് എന്ന്. അതിൻ്റെ അവസാന ഘട്ടം എന്ന് കരുതാം ഈ മണിക്കൂറുകളെ, ടോബി? അരുൺ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ആ ഒരു സത്യവാങ്മൂലമാണ് അന്വേഷണ സംഘത്തിന് ഒരു ചെറിയൊരു തിരിച്ചടി ഉണ്ടാക്കിയത്. അല്ലാതെ ആ ഒരു സത്യവാങ്മൂലത്തിൻ്റെ ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അന്വേഷണം അത് കൃത്യമായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് സർക്കാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നാൽ ആ സത്യവാങ്മൂലം നൽകിയ ഒരു സാഹചര്യം, അതായത് ബിഷപ്പിനെ ചോദ്യം ചെയ്യാൻ ജലന്ധറിലേക്ക് പോകുന്ന വഴിയാണ് ആ ഒരു സത്യവാങ്മൂലം നൽകിയത്. അതായത് കന്യാസ്ത്രീയുടെ 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഒരു മൂലമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്നാൽ അതിനുശേഷം ജലന്ധറിലെത്തി ബിഷപ്പിനെ ചോദ്യം ചെയ്തപ്പോൾ നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി. പല കാര്യങ്ങളിലും ചില വ്യക്തതകൾ കൂടി അന്വേഷണ സംഘത്തിന് വരുത്തേണ്ടി വന്നു. കൂടുതൽ അന്വേഷണം വേണമെന്ന് ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് രണ്ടാമത് കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായിട്ടുള്ളൊരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നത്. ഒപ്പം തന്നെ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യം,
പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യം, ഒപ്പം തന്നെ ബിഷപ്പിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം, ഈ 3 കാര്യങ്ങളും കൃത്യമായി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഒരു ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകിയെങ്കിലും ആ അപേക്ഷയിൽ കാര്യമായിട്ടുള്ളൊരു വിമർശനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകാതിരുന്നത്. ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യങ്ങൾ അതെല്ലാം അന്വേഷണ സംഘം ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തി. അതായത് കന്യാസ്ത്രീയുടെ മൊഴിയിൽ പല വ്യക്തത കുറവുകൾ ഉണ്ടായിരുന്നു. കാരണം ആദ്യ പരാതിയിൽ, അതായത് കർദിനാളിന് ആദ്യം ഒരു പരാതി കന്യാസ്ത്രീ നൽകിയിരുന്നു. ആ പരാതിയിൽ ഈ പീഡന വിവരം കന്യാസ്ത്രീ പറഞ്ഞിരുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി അന്വേഷണ സംഘത്തിന് കന്യാസ്ത്രീയിൽ നിന്ന് ലഭിച്ചു. അതുപോലെ പല വൈരുദ്ധ്യങ്ങൾ, ചില വ്യക്തത കുറവുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും നാൾ പറയാതിരുന്നു എന്നത് ഒരു ചോദ്യമായി നിന്നിരുന്നു. അതിനുള്ള മറുപടി ലഭിച്ചു. ഒപ്പം തന്നെ ആദ്യം ഈ പരാതി പറയുന്നത് എവിടെ എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് മറച്ചുവെച്ചു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതിനും മറുപടി ലഭിച്ചു. ഇത്തരത്തിൽ കന്യാസ്ത്രീയുടെ മൊഴിയിൽ വ്യക്തത വരാത്ത എല്ലാ കാര്യങ്ങളിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തി. സാക്ഷി മൊഴികൾ